മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഈ ചുമമരുന്ന് കഴിച്ച 17 കുട്ടികളാണ് മരിച്ചത്. വലിയൊരു ഉത്കണ്ഠയാണ് രാജ്യത്ത് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരിച്ചതിന് ശേഷം ഉത്കണ്ഠയുടെ ലോകത്തേക്ക് മാതാപിതാക്കൾ മാറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ മാർഗനിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ രംഗത്ത് വന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. അതുപോലെ കേരളത്തിൽ ഈ കോൾട്രിപ്പ് എന്ന് പറയുന്ന ഈ മരുന്ന് എഴുതിയാലും കുട്ടികൾക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഡ്രഗ് കൺട്രോളറുടെ ഇത് തീരുമാനം വന്നിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡൽഹിയിൽ നിന്ന് വിനിത വിജി തത്സമയം ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ചുമ മരുന്ന് ചെറിയ കുട്ടികൾക്ക് കൊടുത്തുകൂടാത്ത മരുന്ന് കൊടുത്ത് മരണം ക്ഷണിച്ചു വരുത്തി എന്നുള്ള രീതിയിലൊക്കെ ആരോപണം രാജ്യത്ത് ഉയരുകയാണ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ പല മേഖലകളിലുമൊക്കെ ഈ ഡോക്ടറുടെ കുറിപ്പില്ലാതെ മാതാപിതാക്കൾ സ്വയം ചികിത്സ നടത്തുകയും സ്വയം മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി ചില മരുന്നുകൾ വാങ്ങി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൾഡ്രിപ്പ് കഫ് സിറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ ആ മരുന്ന് ഉപയോഗിച്ച മധ്യപ്രദേശിലും ഒപ്പം രാജസ്ഥാനിലും 14 കുട്ടികൾ മരിച്ച സാഹചര്യത്തിലുമാണ് ഇങ്ങനെ കടുത്തൊരു മാർഗനിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് നൽകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഡോക്ടർമാരോട് ഈ കോൾഡ്രിപ്പ് കഫ് സിറപ്പ് അത് എഴുതി നൽകരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ആദ്യ നടപടി എന്ന നിലയിൽ ഇന്നലെ കാഞ്ചീപുരത്തുള്ള ഒരു മരുന്ന് നിർമ്മാണ യൂണിറ്റ് കോൾഡ്രിപ്പ് നിർമ്മിച്ച യൂണിറ്റിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂണിറ്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശകൾ ഇന്നലത്തെ യോഗത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ യൂണിറ്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെ സംസ്ഥാനങ്ങളും കൃത്യമായിട്ടുള്ളൊരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഈ കോൾഡ്രിപ്പ് കഫ് സിറപ്പ് ചുമയ്ക്ക് ഉപയോഗിക്കുന്ന കോൾഡ്രിപ്പ് കഫ് സിറപ്പിന്റെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം 19 സ്ഥലങ്ങളിലായി നിർമ്മാണ യൂണിറ്റുകളിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിശോധനകളും കൃത്യമായി നടത്തുന്നുണ്ട് എന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി ഈ മരുന്ന് ഉപയോഗിച്ച കുട്ടികൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണുള്ളത്. ഏതാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. താങ്ക് യു വിനിത വിജി. ശരിക്കും ഈ കോൾഡ്രിപ്പ് കഫ് സിറപ്പ് കഴിച്ച് 17 കുട്ടികൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി മരിച്ചു എന്ന വാർത്ത കേരളത്തിലും വന്നതോടെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല മാതാപിതാക്കൾക്കൊക്കെ ഉത്കണ്ഠയുണ്ട്. വിനിത പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നലെയും ഒന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് കുട്ടികൾക്ക്, അത് 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും കഫ് സിറപ്പ് എടുത്ത് കൊടുക്കാൻ പാടില്ല. ചെറിയൊരു ചുമ കണ്ടാലുടൻ സിറപ്പ് കൊടുക്കുന്ന ഒരു രീതി കേരളത്തിലെ ചില അമ്മമാർക്കൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കണം, അപകടകരമാണ് എന്ന രീതിയിൽ ആരോഗ്യ മന്ത്രാലയം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വയം നമ്മൾ ചികിത്സിക്കാൻ ശ്രമിക്കരുത്. അര ഡോക്ടർ ആവരുത്. അര ഡോക്ടർ ആളെ കൊല്ലും. ഒരു യോഗ്യനായ ഡോക്ടർ, ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രമേ നമ്മൾ ഇത്തരം മരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.